നമുക്കിവിടെ കിച്ചണൊക്കെ ഉണ്ട് സ്റ്റേ ചെയ്യുന്നിടത്ത്. അതുകൊണ്ട് അത്യാവശ്യം ചായ കാപ്പി അരിയലൊക്കെ നടക്കും. രാവിലെ തന്നെ റെഡിയായി മാങ്ങയൊക്കെ കഴിച്ച് ഞങ്ങൾ പോകുന്നത് റോസ് ഐലൻഡിലേക്കാട്ടോ. നമ്മുടെ ആൻഡമാനിൽ വരുന്നവരാരും തന്നെ റോസ് ഐലൻഡ് മിസ് ചെയ്യാറില്ല. ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് സാറ്റർഡേ ഞങ്ങൾ കരുതി റോസ് ഐലൻഡിലേക്ക് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ തൊപ്പിയും കണ്ണാടിയൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ ബോട്ടിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു. വെതർ കുറച്ച് മോശമായിരുന്നു. അപ്പോൾ അവർ നമ്മൾ ബോട്ടിൽ കയറിയെങ്കിൽ അതൊരു ഭയങ്കര അഡ്വഞ്ചറസ് യാത്രയായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ തിരമാലകൾ. അപ്പോൾ അതൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ചെറിയ പേടിയൊക്കെ ഉള്ളിൽ വരും കേട്ടോ. കാരണം ഫെറിയുടെ തിരിച്ചുള്ള യാത്ര അത്ര സുഖകരമായിരുന്നില്ല. നമ്മൾ തിരമാലയ്ക്കെതിരെ പോകുന്നത് കൊണ്ട് തന്നെ ഒരു വോമിറ്റിംഗ് സെൻസേഷനും ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റോസ് ഐലൻഡിലെത്തി. കണ്ടു ഇറങ്ങാൻ പോകുമ്പോഴേ ബോട്ട് പറന്നു പോവാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സേഫായിട്ട് റോസ് ഐലൻഡിലെത്തി. റോസ് ഐലൻഡിലെത്തി ഞങ്ങളെ വരവേറ്റത് നമ്മുടെ ഡീറാണ് കേട്ടോ. അത്രയധികം ഡീറുകളുണ്ട് നമ്മുടെ റോസ് ഐലൻഡിൽ. അത് ഞാൻ വീഡിയോയിൽ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഒത്തിരി സന്തോഷമായി. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഡീറിനെ നമ്മൾ ടച്ച് ചെയ്യുന്നത്. ഇത്രയും അടുത്ത് നമ്മൾ ടച്ച് ചെയ്യുന്നതും കാണുന്നതും എല്ലാം ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഡീർസിനെ കാണാനായിട്ട് തന്നെ ആളുകൾ റോസ് ഐലൻഡിലേക്ക് പോകാറുണ്ടെന്നാട്ടോ ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അനുരാധ എന്ന പേരുള്ള ഒരു കെയർ ടേക്കറാണ് ഇവരെ എല്ലാം കാത്തു പരിപാലിക്കുന്നത്. ആദ്യം ഒരു 5-6 ഡീർസേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അവരത് കാത്തു സൂക്ഷിച്ച് ഇപ്പോൾ ഒരു 500ഓളം നമ്മുടെ മാനുകൾ നമ്മുടെ ഐലൻഡിലുണ്ട് കേട്ടോ. നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ആദ്യമായിട്ട് തൊടുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ അനുരാധ ചേച്ചിയെ ഞങ്ങൾ മീറ്റ് ചെയ്യുകയും ചെയ്തു. എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ബാക്കിൽ തൊട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എവിടെ പോയാലും നമ്മുടെ പുറകെ കാണും കേട്ടോ മാനുകൾ. അങ്ങനെ ഞങ്ങൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്, അതാണ് നമ്മുടെ പുതിയ പേര്. ഹൈ ടൈഡിന്റെ സമയത്ത് സീ വാട്ടർ വന്നത് ഫില്ലാവും. ലോ ടൈഡ് ആകുമ്പോഴത്തേക്കും താഴെ കൂടെ ഇറങ്ങിപ്പോകും. ബിൽഡിങ്സിനൊക്കെ ഒരു തനതായ ഭംഗിയുണ്ടായിരുന്നു. അതിലേക്കൊക്കെ വേരുകൾ വളർന്നു കയറി നല്ല ഫോട്ടോജനിക്കായിട്ടുള്ള സ്ഥലങ്ങൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ റോസ് ഐലൻഡിൽ. പിന്നെ അന്നത്തെ ഓരോ പൊസിഷനിലുണ്ടായിരുന്നവരുടെ വീട് പണിത സ്ഥലവും. അപ്പോൾ ഞങ്ങളിങ്ങനെ കരുതുക അതിൽ നിന്നുള്ള വ്യൂ ഒക്കെ എന്ത് ഭംഗിയാണെന്നുള്ളത്. പിന്നെ അവിടെ തന്നെ ബ്രിട്ടീഷുകാർ ഒരു ചർച്ചും പണിതിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.